ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ജീവിതത്തിന്റെ നാഥൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ രാജാവേ, അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ രാജാവേ, ഞങ്ങളുടെ രാജാധിരാജനായ ദൈവമേ, ആദിയും അന്തവുമായവരെ, ആൽഫയും ഒമേഗയുമായവരെ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഉച്ചത്തിൽ വിളിച്ച് അമ്മാ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് ആബാ പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ, എന്റെ പിതാവേ. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താ വിളിച്ചേ ആബാ പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ, എന്റെ പിതാവേ. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താണ്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താണ്. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. ആബാ പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ, എന്റെ പിതാവേ. വിളിച്ച ഈശോ, ഈശോ, ഈശോ. In the mighty name of Jesus, in the mighty name of Jesus, in the mighty name of Jesus. യേശുവിന്റെ അത്ഭുത നാമത്തിൽ, യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയിൽ ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബങ്ങളെ കാലാകാലങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന അവിശ്വാസത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. സന്ദേഹത്തിന്റെ, സംശയത്തിന്റെ, അന്ധവിശ്വാസങ്ങളുടെ സകല ബന്ധനങ്ങളും യേശുവിന്റെ അത്ഭുത നാമത്തിൽ അഴിയട്ടെ. സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ള, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്ന യേശുവിന്റെ നാമത്തിൽ ദേശത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. മണ്ണ്, വീട് നിൽക്കുന്ന മണ്ണ്, അന്തരീക്ഷം, വായു, നീരൊഴുക്കുക യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ, മാറാവ്യാധികൾ, തീരാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. അബ്രഹാമിലൂടെ ദൈവജനത്തിന് കൈവന്ന അനുഗ്രഹം യേശുക്രിസ്തു വഴി എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ തൂങ്ങിക്കിടന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപങ്ങളും വിട്ടുപോകും. അനുഗ്രഹത്തിന്റെ ജീവിതങ്ങൾ എഴുന്നേൽക്കട്ടെ. എല്ലാ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിവൃദ്ധി ഉണ്ടാവട്ടെ,
ഐശ്വര്യം ഉണ്ടാവട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോ പവർ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ശാപത്തിനെന്റെ മേൽ ഭരണമില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ശാപത്തിനെന്റെ മേൽ ഭരണമില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ വിളിക്കുന്ന ഈശോ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളേറ്റെടുത്തു. യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളേറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ വിളിക്കുന്ന ഈശോ. ശരീരത്തിലെ സകല രോഗപീഠകൾ, ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗശക്തികളും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങളിലെ രോഗങ്ങൾ, ബാഹ്യ അവയവങ്ങളിലെ രോഗപീഠകൾ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കും. അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. മരുന്നോ ലേപന ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് കർത്താവേ അവരെ സുഖപ്പെടുത്തുന്നത്. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോ. കരങ്ങളടിച്ച് യേശു തന്റെ ക്രൂശ് മരത്തിൽ എന്റെ ഭാരങ്ങളേറ്റെടുത്തു. യേശു തന്റെ ക്രൂശ് മരത്തിൽ എന്റെ ഭാരങ്ങളേറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ മുഖം തകർത്തു. യേശു തന്റെ മരണത്തിനാ
ഇനി ശാപത്തിന് എന്റെ മേൽ ഭരണമില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ പകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ. വിളിച്ച ഈശോയെ, ഹല്ലേലൂയ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ജോയൽ 2:31 അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. റോമർ 10:11 അവനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവന്റെ സമ്പത്ത് വർഷിക്കപ്പെടുന്നു. ഉറക്കെ വിളിച്ച ഈശോ, ഈശോ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടുന്നവർ കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ തകർച്ചകളെല്ലാം മാറ്റുക. എല്ലാ അടിമത്വത്തിന്റെയും കെട്ടഴിക്കുക. നീ തകർന്നു കിടക്കുന്ന നിന്റെ നരകിച്ചു കിടക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന യേശുവിന്റെ അഭിഷേകത്തിൽ വിശ്വസിക്കുക. നീ അർപ്പിച്ച ബലികൾ, നീ സ്വീകരിച്ച കൂദാശകൾ, തിരുസഭയിലൂടെ ഒഴുകുന്ന കൃപകൾ, അതിനെ പ്രതിരോധിക്കാൻ സാത്താന് ശക്തിയില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഓരോ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ശക്തിയെ തടഞ്ഞു നിർത്താൻ, പ്രതിരോധിക്കാൻ സാത്താന്റെ സാമ്രാജ്യത്തിനാവില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. കർത്താവേ, ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന കൃപ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അവിടുന്ന് എനിക്ക് നൽകിയ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഈ മക്കളുടെ പരാജയങ്ങളെല്ലാം മാറട്ടെ. അഭിവൃദ്ധി, ഐശ്വര്യ, ഉയർച്ച ഈ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. തിരുസഭയിലൂടെ ഒഴുകുന്ന സകല കൃപകളും ഈ വീടുകളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, ഈ ദേശം വലിയ അനുഗ്രഹത്തിന്റെ നാടായി മാറട്ടെ. അനേക ജീവിതങ്ങൾ ഉയരട്ടെ. അനേകം വിശുദ്ധരുണ്ടാവട്ടെ. ഈ ദേശത്ത് അനേകം പ്രവാചകന്മാരുണ്ടാവട്ടെ. പ്രാർത്ഥനാ മനുഷ്യരുണ്ടാവട്ടെ. വിശുദ്ധമായ കുടുംബങ്ങളുണ്ടാവട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കും. എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് എല്ലാം മറന്ന് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവിനെ സ്തുതിച്ച് എല്ലാ മക്കളും പാടി പ്രാർത്ഥിക്കണം. എല്ലാ ബന്ധനങ്ങളും കർത്താവ് അഴിക്കുക. നിന്നെ വിടുവിക്കുകയാണ്. നിന്റെ ജീവിതം ഇനി പഴയതുപോലെ ആവില്ല. നിന്റെ ജീവിതം ഇനി നരകതുല്യ ആവില്ല. നിന്റെ കുടുംബത്തിലെ കലഹങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. നിന്റെ മക്കളെ കർത്താവ് തിരിച്ചു വിളിക്കുകയാണ്. അനുസരണക്കേടിന്റെ സന്തതികളിൽ പരിശുദ്ധാത്മാവ് വന്ന് വ്യാപരിക്കുകയാണ്. മദ്യപാനത്തിന്റെ കെട്ടഴിയുകയാണ്. ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിന്റെ ചെങ്ങല ഇന്ന് യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറുകയാണ്. ഇന്ന് അടിമത്തം മാറുകയാണ്. ഈശോ നിന്നെ വിടുവിക്കുന്ന ദിവസമാണ്. നിന്റെ കുടുംബം രക്ഷ കാണുകയാണ്. അനേക കാലങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ മറുപടി ഇതാ നിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കും. ഉച്ചത്തിൽ വിളിക്ക് ഈശോ. യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷാനാമം. വാഴ്ത്തിട ഒന്നായി വാഴ്ത്തിട, വാഴ്ത്തിട ഒന്നായി വാഴ്ത്തിട.
തടസ്സങ്ങൾ മാറട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, ശരീരം ബലം പ്രാപിക്കട്ടെ, തളർന്ന കാൽമുട്ടുകൾ ബലം പ്രാപിക്കട്ടെ, തളർന്ന ശരീരങ്ങൾ ബലം പ്രാപിക്കട്ടെ, മരവിച്ച മനസ്സുകൾ ബലം പ്രാപിക്കട്ടെ, പ്രാർത്ഥനാ ജീവിതങ്ങൾ എഴുന്നേൽക്കട്ടെ, ദേശത്ത് പ്രാർത്ഥന ഉയരട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിക്കട്ടെ, ഉദാശകളോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കട്ടെ, സഭാജീവിതം ശക്തമാവട്ടെ, ഇടവകകൾ സജീവമാവട്ടെ, ഈ ദേശത്ത് സഭ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ. ലാസറേ പുറത്തു വരിക, അടിമത്തത്തിന്റെ സകല കെട്ടുകളും വഴി ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഈശോയുടെ ശക്തി വ്യാപരിക്കും. അത്താരയിൽ നിന്ന് പരിശുദ്ധ ശക്തി ഒഴുകി നിന്റെ ജീവിതത്തെ വീണ്ടെടുക്കുകയാണ് ഈശോ. നിന്റെ പരാജയങ്ങൾ മാറുകയാണ്. നിന്റെ ദൈവം അഭിഷേകം ചെയ്യും. കർത്താവിന്റെ കരം നിന്റെ മേൽ വരും. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് അനേകർക്ക് വേണ്ടി ഉപയോഗിക്കും. കർത്താവേ, അവിടുത്തെ ശക്തി ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. താങ്ങാനാവാത്ത ശക്തി, തടഞ്ഞു നിർത്താനാവാത്ത ശക്തി ഈ ജീവിതങ്ങളെ പിടിച്ചു കുലുക്കണമേ. കർത്താവേ, വിശ്വാസം വർദ്ധിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, മനസാന്തരങ്ങളും വിടുതലുകളും സംഭവിക്കട്ടെ. സാത്താന്യ ശക്തികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളായി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ചങ്ങലകൾ പൊട്ടിത്തെറിയും. തിന്മയുടെ ശക്തികളെ വിടുവിക്കുന്ന, നീക്കിക്കളയുന്ന, എല്ലാ പരാജയങ്ങളെയും വിജയമാക്കി മാറ്റുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം ജീവിതങ്ങളിലേക്ക്, അബ്രഹാമിന്റെ അനുഗ്രഹം ജീവിതങ്ങളിലേക്ക് ഒഴുകുന്ന, എല്ലാ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന അത്ഭുതകരമായ ദൈവശക്തി ജീവിതങ്ങളിൽ നിറയട്ടെ. ഈ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ വലിയൊരു ജനതയാക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം വിജാതിയരിലേക്ക് വ്യാപിക്കേണ്ടതിന് ശപിക്കപ്പെട്ടവരായി കുരിശിൽ തൂങ്ങിക്കിടന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലകൾ, പാപച്ചങ്ങലകൾ, ശാപച്ചങ്ങലകൾ പൊട്ടിമാറട്ടെ. കരങ്ങൾ അടിച്ചു മാറട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ പാപച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ പാപച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ രോഗച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ രോഗച്ചങ്ങല
അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ഹല്ലേലൂയ 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 ശക്തിയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ 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 സ്തുതി 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 ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ കരങ്ങൾ ഉയർത്തിയടിച്ച് തുള്ളിച്ചാടി കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചു ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. രോഗശക്തികൾ പാപശക്തികൾ പൈശാചിക ശക്തികൾ എതിര് നിന്നാലും ആപത്തോ ദുരിതമോ നന്ദനയോ പട്ടിണിയോ പീഡനമോ ആപത്തോ വാളോ എന്തു വന്നാലും കർത്താവേ അങ്ങയുടെ കരമെന്നെ താങ്ങും. അങ്ങയുടെ കരമെന്നെ താങ്ങി നടത്തും. വിശ്വാസത്തോടെ ഉറക്കെ വിളിച്ച ഈശോ കരങ്ങൾ ഉയർത്തി കഴിയുക. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നും ഘോഷിക്കും. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നും ഘോഷിക്കും. ലോകമെന്നെ ദൂഷിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകമെന്നെ ദൂഷിച്ചാലും ലോകത്തെ ജയിച്ചവൻ കരങ്ങൾ ഉയർത്തിയടിച്ച് തുള്ളിച്ചാടി അവന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനൊന്ന് വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും ഉറക്കെ വിളിച്ച ഈശോയെ യേശുവേ യേശുവേ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ വിളിച്ച യേശുവേ, യേശുവേ. തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുച്ചോര തുള്ളിയ കഴുകേണമേ, തിരുച്ചോര തുള്ളിയ കഴുകേണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകേണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുച്ചോര തുള്ളിയ കഴുകേണമേ, തിരുച്ചോര തുള്ളിയ കഴുകേണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകേണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകേണമേ. ആബപിതാവേ ആരാധന, ആബപിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന, യേശുവേ നാഥ ആരാധന, പാവനാത്മാവേ ആരാധന, പാവനാത്മാവേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, ആബപിതാവേ ആരാധന, ആബപിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന, യേശുവേ നാഥ ആരാധന, പാവനാത്മാവേ ആരാധന, പാവനാത്മാവേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന. ഉച്ചത്തിൽ വിളിച്ച യേശുവേ. കരങ്ങളടിച്ച് പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ, ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ
ലോകരക്ഷകനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ ലോകരക്ഷകനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 അഭിഷേകം കൃപകളെല്ലാം ഒഴുകട്ടെ കർത്താവേ. വലിയ വിടുതൽ ഈ സമൂഹത്തിലുണ്ടാവട്ടെ. രോഗബന്ധനങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ. തടസ്സങ്ങൾ ബാധ്യതകളെല്ലാം മാറിപ്പോവട്ടെ. അപരിമയമായ ദൈവത്തിന്റെ ശക്തി കൂട്ടായ്മയിൽ നിറയട്ടെ. എല്ലാ ജീവിതങ്ങളിലും യേശുവിന്റെ രക്ഷയുടെ സൽഫലങ്ങൾ വെളിപ്പെടട്ടെ. കർത്താവേ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. കൃപ സ്വീകരിക്കാനായി ദേശം ഒരുങ്ങട്ടെ. വചനത്തിനായി ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. കുടുംബങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ വലിയ കൃപ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും അവിടുത്തെ ശക്തി വന്ന് വ്യാപരിക്കട്ടെ. ഹൃദയം തകർന്ന് നിലവിളിക്കുന്ന മക്കളുടെ കണ്ണുനീരിന്റെ മേൽ ഈശോയുടെ ശക്തി വന്ന് വ്യാപരിക്കട്ടെ. അപരിമയമായ ദൈവശക്തി കർത്താവേ, ഈ കൂട്ടായ്മയിൽ എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തിന്റെ 4 ദിക്കുകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 4 ദിശകളിലും വസിക്കുന്ന കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭൂമി, മണ്ണ്, വിളവ്, അന്തരീക്ഷം, വായു, നീരൊഴുക്കുകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിയിടങ്ങൾ, ആദായ മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നീരൊഴുക്കുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വീട് നിൽക്കുന്ന മണ്ണ്, വീട്ടിലെ മുറികൾ, ഉപകരണങ്ങൾ, ഉപയോഗ വസ്തുക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, എല്ലാ വളർത്തുമൃഗങ്ങൾ, വരുമാന മാർഗങ്ങൾ, വാഹനങ്ങൾ, വഴികളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തിന്റെ 4 ദിക്കുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഒഴുകിയിറങ്ങട്ടെ. സകല ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ വ്യാപാരങ്ങളും കീഴടങ്ങട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പത്രങ്ങളാക്കി. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല.
വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ രോഗികളുടെ മേൽ കരങ്ങൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. മാരകമായി എന്ത് കുടിച്ചാലും അതൊരു ഉപദ്രവിക്കുകയില്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. ഓരോ കുടുംബത്തിന്റെ മേലും അപ്പാ അവിടുത്തെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണേ, മനസ്സുകളെ ശരീരങ്ങളെ ഏറ്റെടുക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട് കർത്താവേ, കലഹങ്ങളിലും വഴക്കുകളിലും കഴിയുന്ന മക്കളുണ്ട് കർത്താവേ, മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ തകരുന്ന വീടുകളുണ്ട് കർത്താവേ, ആഭിചാര മന്ത്രവാദ ക്ഷുദ്ര ശക്തികളുടെ അടിമത്തങ്ങളിൽ കിടക്കുന്ന മക്കളുണ്ട് കർത്താവേ, അന്ധവിശ്വാസങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട് കർത്താവേ. സഭയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ കൂദാശകളിലൂടെ അങ്ങ് ഒഴുക്കിത്തരുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ മനസ്സന്ധമാക്കപ്പെട്ട മക്കളുണ്ട് കർത്താവേ, അനുസരണക്കേടിന്റെ മക്കളുണ്ട് കർത്താവേ, തിന്മയിൽ കഴിയുന്ന മക്കളുണ്ട് കർത്താവേ, ഉയരാനാവാതെ രക്ഷപ്പെടാനാവാതെ ദാരിദ്ര്യത്തിലും കടക്കണിയിലും നട്ടം തിരിയുന്ന മക്കളുണ്ട് കർത്താവേ. അങ്ങയുടെ കരുണ ഈ ദേശത്തിന്റെ മേൽ ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങ് ഈ ദേശത്തെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ ദേശത്ത് അങ്ങയുടെ ശക്തി ഇറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. Power in the mighty name of Jesus. Power in the mighty name of Jesus. അത്യുന്നതന്റെ ശക്തി, സർവോധിപനായ ദൈവത്തിന്റെ ശക്തി. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സർവശക്തനായ ദൈവത്തെ എല്ലാം മറന്ന് പാടി ആരാധിക്കണം. മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ പാടി ആരാധിക്കണം. ദൈവം നമ്മുടെ പിതാവാണ്, അപ്പനാണ്. അപ്പനാണ് എല്ലാം അറിയുന്ന അപ്പൻ, എല്ലാം പരിഹരിക്കുന്ന അപ്പൻ, മക്കളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന അപ്പൻ, മക്കളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന അപ്പൻ, അത്യുന്നതനായ ദൈവം, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം, എല്ലാം ചെയ്തു തരുന്ന ദൈവം. ബന്ധനങ്ങൾ അവിടുന്ന് അഴിക്കും, ദുഃഖങ്ങൾ അവിടുന്ന് തകർക്കും, അടിമത്തങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കും. നിന്റെ കണ്ണുനീര് മാറും, നിന്റെ കുടുംബത്തിൽ സമാധാനം വരും. മക്കളെ, നിന്റെ കുടുംബത്തിൽ കർത്താവ് വലിയ ഐശ്വര്യം തരും. നിന്റെ മക്കളെ ദൈവം വളർത്തും, നിന്റെ മക്കളെ ശ്രേയസാർജിക്കും, നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. നീ പട്ടുപോവുകയില്ല, നീ നശിക്കില്ല, നിന്റെ കുടുംബം നാമാവശേഷമാവില്ല, നിന്റെ തലമുറ അറ്റുപോവില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. മരുഭൂമി പോലെ കിടക്കുന്ന നിന്റെ ജീവിതത്തെ ഏതെന്തോട്ടം പോലെയാക്കും. വിട്ടിലും പച്ചക്കുതിരയും കമ്പിളിപ്പുഴുവും തിന്ന് നശിപ്പിച്ച നിന്റെ സംവത്സരത്തിലെ വിളവുകൾ കർത്താവ് നിനക്ക് തിരിച്ചു തരും. കർത്താവേ, ഇത് ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ കർത്താവേ. നിന്റെ വചനം ഈ വീടുകളിൽ നിറവേറട്ടെ കർത്താവേ. എല്ലാ കാര്യത്തിലും ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികമായി, ഭൗതികമായി, ആത്മീയമായി ഈ മക്കൾ ഉയരട്ടെ. ഇവരുടെ മക്കൾ പഠിച്ച് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇവർ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ദൈവത്തെ മറക്കാത്ത കുടുംബങ്ങളായി മാറട്ടെ. തലമുറയിൽ വിശ്വാസം വളരട്ടെ, തലമുറയിൽ വിശുദ്ധി വളരട്ടെ. യുവതി യുവാക്കന്മാർ വിശുദ്ധരായി മാറട്ടെ, കുഞ്ഞു മക്കൾ വിശുദ്ധരായി മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ, എന്റെ പിതാവേ, ആബാ പിതാവേ, എന്റെ പിതാവേ.
ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. കരങ്ങൾ ഉയർത്തിയടിച്ച് സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. 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 അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അബ്ബാ പിതാവേ, എൻ്റെ പിതാവേ. അബ്ബാ പിതാവേ, എൻ്റെ പിതാവേ. അബ്ബാ പിതാവേ, എൻ്റെ പിതാവേ. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഹല്ലേലൂയ. എല്ലാം മറന്ന് ആടിപ്പാടി ഹല്ലേലൂയ. എല്ലാം മറന്ന് ഹല്ലേലൂയ. 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 സ്തുതിക്കട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയ വരങ്ങൾ തുറക്കപ്പെടട്ടെ, വിശ്വാസം വരമായി ലഭിക്കട്ടെ, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ, സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആസക്തിയുടെ കെട്ടുകൾ, അടിമത്വത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ദുശീലത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ വിശ്വാസം ദേശത്ത് വർദ്ധിക്കട്ടെ, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ദേശത്ത് വർദ്ധിക്കട്ടെ. കുമ്പസാരക്കൂട്ടിലേക്ക് കണ്ണുനീരോടെ ഓടിയണയാൻ ഒരു അഭിഷേകം ദേശത്ത് വ്യാപരിക്കട്ടെ. തലമുറയുടെ മേൽ വിശ്വാസം പകരപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ വിശുദ്ധരായി മാറട്ടെ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവട്ടെ, വചനം വായിക്കാൻ അഭിഷേകം തുറക്കപ്പെടട്ടെ, വലിയ ദൈവസ്നേഹം ഹൃദയങ്ങളിൽ പൊട്ടി പുറപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ. സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേശത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ കൃപ ഒഴുകി ഇറങ്ങട്ടെ. മണ്ണ്, വിളകൾ, കാർഷിക ആദായ മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. സ്തുതിക്കട്ടെ ശക്തിയോടെ, എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. സകല ബന്ധനത്തിന്റെ കെട്ട് വഴിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ കർത്താവ് ഏറ്റെടുക്കണമേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഇപ്പോൾ ജീവിതങ്ങളിൽ വിശ്വാസം തുറക്കപ്പെടണമേ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഇപ്പോൾ ദേശത്ത് അനേകം മക്കളുടെ ഹൃദയങ്ങൾ കീറി മുറിക്കപ്പെടട്ടെ. അനുതാപത്തിന്റെ ഹൃദയം, വലിയ ഹൃദയം, അനുതാപത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ദൈവസ്നേഹത്തിന്റെ ആഴമറിയാൻ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താവേ. ആത്മാവ് സന്നദ്ധമാവട്ടെ, ദൈവസ്നേഹത്താൽ ആത്മാവ് നിറയട്ടെ. ഉച്ചത്തിൽ സ്തുതിച്ച എല്ലാം മറന്നീശോ. Hallelujah, 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 hallelujah.
കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ അഭിഷേകം കിട്ടുന്നവർ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ അഭിഷേകം കിട്ടുന്നവർ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ ഈശോ അഴിക്കുന്നു. കുടുംബങ്ങളെ കർത്താവ് ഇതാ ഇടപെടുന്നു. എല്ലാം മറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അഭിഷേകം കിട്ടുന്നവർ വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കൃപ കിട്ടുന്നവർ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരെയും ശ്രദ്ധിക്കുന്നില്ല, അടുത്ത് നിൽക്കുന്നവരെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, കല്ല് പോലെയുള്ള ഹൃദയങ്ങൾ ഉരുകട്ടെ, ശിലാഹൃദയങ്ങൾ മാംസളമാവട്ടെ. കർത്താവേ, നിയമം പാലിക്കാൻ, വചനമനുസരിക്കാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ വലിയ ദൈവകൃപ എല്ലാ ജീവിതങ്ങളിലും ഒഴുകട്ടെ. കർത്താവേ, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരാത്മീയ ആനന്ദത്താൽ വലിയ ഉത്സാഹത്തോടെ നിന്നെ ആരാധിക്കാൻ ഒരു അഭിഷേകം ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ അവിടുന്ന് വാരിക്കോരി കൊടുക്കണമേ. ഹൃദയങ്ങളെ അവിടുന്ന് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് കൊടുത്ത് അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ഭാഷാവരം കിട്ടുന്നവർ ഭാഷാവരത്തെ സ്തുതിക്കട്ടെ. ആരെയും ശ്രദ്ധിക്കുന്നില്ല മക്കളെ. എല്ലാം മറന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസിയുടെ ആഹ്ലാദമാണിത്, രക്ഷിക്കപ്പെട്ടവന്റെ ആനന്ദമാണിത്. എന്നെ കർത്താവ് വീണ്ടെടുത്തു, എന്നെ അവിടുന്ന് വീണ്ടെടുത്തു, എന്നെ അവിടുന്ന് വീണ്ടെടുത്തു, എന്നെ അവിടുന്ന് അവിടുത്തെ രക്തത്താൽ കഴുകി, എന്നെ അവിടുന്ന് സകല പൈശാചിക ശക്തികളിൽ നിന്ന് വീണ്ടെടുത്തു. ഓ ദൈവമേ, അങ്ങന്റെ അപ്പനാണ്, അങ്ങന്റെ അപ്പനാണ്, അങ്ങന്റെ അപ്പനാണ്. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാം മറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാം മറന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ വലിയ നദി കർത്താവേ അൾത്താരയിൽ നിന്ന് ഒഴുകി ഇറങ്ങണമേ. എസെക്കിയേൽ കണ്ടതുപോലെ ഒരു വലിയ ജീവന്റെ നദി, അഭിഷേകത്തിന്റെ നദി ഇപ്പോൾ ഒഴുകി ഇറങ്ങണമേ. ഹൃദയങ്ങൾ ബലപ്പെടട്ടെ. അമിത ദുഃഖം, നിരാശ, ആത്മഹത്യാ ചിന്തകൾ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹൃദയഭാരങ്ങൾ, ആത്മഹത്യാ ചിന്തകൾ ഈ ദേശത്ത് നിന്നേ മാറിപ്പോകട്ടെ. ദേശത്ത് ആത്മഹത്യയുടെ അരൂപി എന്നേക്കമായി വിട്ടുപോകട്ടെ. അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ, മാറാ രോഗങ്ങൾ, തീരാവ്യാധികൾ ദേശത്ത് നിന്ന് മാറിപ്പോകട്ടെ. ദൈവമേ, വിളഭൂമിയെ ശല്യം ചെയ്യുന്ന, കൃഷികളെ, കാർഷിക മേഖലയെ ഉപദ്രവിക്കുന്ന എല്ലാ ശല്യങ്ങളും ശക്തികളും യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി ഈ ദേശത്ത് നിന്ന് മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഴിയട്ടെ കർത്താവേ, സകല ബന്ധനങ്ങൾ അഴിയട്ടെ, സകല ബന്ധനങ്ങൾ അഴിയട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 അപരിമയമായ അവിടുത്തെ ശക്തി കർത്താവേ, വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അപരിമയമായ അവിടുത്തെ ശക്തി മാമോദീസായിലൂടെ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച ആ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലും നിറയണമേ, എല്ലാ ഹൃദയങ്ങളിലും നിറയണമേ. കർത്താവേ, ഹൃദയങ്ങൾ ഇപ്പോൾ ജ്വലിക്കണമേ. കർത്താവേ, ഭാരപ്പെട്ട മനസ്സുമായി പ്രാർത്ഥിക്കുന്ന മക്കൾ, രോഗികളായ മക്കൾ, ഒരു വഴിയും കാണാതെ വിഷമിക്കുന്ന മക്കൾ, വലിയ കടബാധ്യത കഴിയുന്ന മക്കൾ, കുടുംബങ്ങളിൽ എന്നും വഴക്കും കലഹവുമായി ദൈവമേ സമാധാനമില്ലാതെ കഴിയുന്ന മക്കൾ, എല്ലാവരുടെ മേലും അങ്ങയുടെ കരുണ ഇപ്പോൾ ഒഴുകി ഇറങ്ങണമേ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ മക്കളും ശാന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. അവിടുന്ന് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ജീവിക്കുന്ന ദൈവം, കണ്ണുനീരും ഭാരം അറിയുന്ന ദൈവം, നമ്മളെ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവം, നമ്മുടെ പിതാവ്, അവിടുത്തെ വാത്സല്യം നമ്മളെ വലിയവരാക്കി മാറ്റുന്ന ആ സ്വർഗസ്ഥ പിതാവ്. മക്കളെ, നീ ഹൃദയം നിറഞ്ഞ് ആ ദൈവത്തെ കാണണം. ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ദൈവമല്ല, നിന്നിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കാനായി കാത്തിരിക്കുന്ന ദൈവം. എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മേൽ വർഷിച്ച ദൈവം, എല്ലാ ആത്മീയ വരങ്ങളും നിന്റെ മേൽ വർഷിച്ച ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാൻ കൃപ തന്നത് അവിടുന്നാണ്. നമുക്ക് ദൈവത്തെ വിളിക്കാൻ നമ്മളെ സഹായിച്ചത് അവിടുന്നാണ്. സഭയിൽ
അംഗങ്ങളായി മാറാൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ പ്രവൃത്തികളല്ല, അവിടുത്തെ കൃപയാണ്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാം തിരുവചനം, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നത്, നമുക്ക് മാമോദീസ കിട്ടിയത്, നമ്മൾ സഭയുടെ അംഗങ്ങളായി മാറിയത്, നമുക്ക് ഈ ധ്യാനത്തിന് വരാൻ പറ്റിയത് ഒന്നും മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, എല്ലാം അവിടുത്തെ കൃപയാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ ദൈവവചനം പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇന്ന് നീ ആലയത്തിൽ നിൽക്കുന്നത് അവിടുത്തെ കരുണ കൊണ്ടാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരികയില്ല. പിതാവ് ആകർഷിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണ്. മകനെ, മകളെ, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നീ ഒരിക്കലും നശിച്ചു പോകാനുള്ള പദ്ധതിയല്ല, മറിച്ച് നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റും, എല്ലാം നന്മയ്ക്കായി മാറ്റും. നിന്നെ സ്നേഹിക്കുന്ന പിതാവ് നിന്റെ കണ്ണുനീര്, നിന്റെ സഹനം, നിന്റെ ഭാരം, മകനെ, മകളെ, അത് നിന്റെയും അനേകരുടെയും നന്മയ്ക്കായി മാറ്റും. 50-ാം അധ്യായത്തിൽ പൂർവ്വ യോസേപ്പ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. അനേകരുടെ ജീവൻ രക്ഷപ്പെടുത്താനാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത്. ജീവിതത്തിലേക്ക് വന്ന തിന്മകൾ, നമ്മൾ സഹിച്ച വേദനകൾ, അപമാനങ്ങൾ, രോഗങ്ങൾ, സഹനങ്ങൾ എല്ലാം മക്കളെ ഈ പിതാവ് നന്മയായിട്ട് മാറ്റും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും, കർത്താവിൻ്റെ മക്കളാണ്. വലിയ ദൈവസ്നേഹം കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അങ്ങാണ് പിതാവേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉറവിടം അങ്ങാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കാരണം അങ്ങാണ്. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് ബോധ്യം കിട്ടിയത് അങ്ങ് സഹായിച്ചത് കൊണ്ടാണ്. ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അങ്ങാണ് കർത്താവേ, അങ്ങാണ് കർത്താവേ. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹൃദയത്തിൽ അത് ആവർത്തിച്ച് പറയണം. എൻ്റെ ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കർത്താവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. കണ്ണടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇപ്പോൾ ഒരു കാര്യം ഗ്രഹിക്കണം. ഇന്ന് നീ എന്തായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാണ് നിന്നിൽ പ്രവർത്തിച്ചത്. കർത്താവാണ് എല്ലാം ആരംഭിച്ചത്. വിശ്വാസം തന്നത് കർത്താവാണ്. ആ ദൈവം നിന്നെ കൈവെടിയുമെന്നാണോ നീ വിചാരിച്ചത്? ആ ദൈവം നിന്നെ കൈവിട്ട് കളയുമെന്നാണോ നിന്റെ വിചാരം? നിന്റെ കുടുംബം ഒരിക്കലും നശിക്കില്ല. നിന്റെ മക്കൾ വഴിപഴിച്ച് പോവില്ല. നിന്റെ മക്കൾ കൈവിട്ട് പോവില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് സുബോധം നഷ്ടപ്പെട്ട് പിശാചിൻ്റെ ഇഷ്ടനിർവഹണത്തിന് അവരെ സാത്താൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വചനം പറയുന്നു, സുബോധം വീണ്ടെടുത്ത് അവർ തിരിച്ചു വരും. അവരെല്ലാം മടങ്ങി വരും. നിന്റെ കുടുംബം, നിന്റെ തലമുറ നശിക്കില്ല. നിന്റെ കുടുംബം നിരാധാരമായി പോവില്ല. നിന്നെ കർത്താവ് വീണ്ടെടുക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ കൃപയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് നീ വിശ്വസിക്കാൻ നിനക്ക് പറ്റിയാൽ ഇപ്പോൾ ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ നീ വിചാരിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും അപ്പുറത്ത് അപരിമേയമായ കർത്താവിൻ്റെ ശക്തി ഒഴുകും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാം മറന്ന് മറ്റാരെയും ശ്രദ്ധിക്കരുത്, മറ്റൊന്നും ശ്രദ്ധിക്കരുത്. നീ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ്റെ മുമ്പിലാണ് നീ വന്നിരിക്കുന്നത്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, പ്രിയപ്പെട്ട മക്കളെ, ആ അപരിമേയമായ സ്നേഹം, ആ വിവരിക്കാനാവാത്ത സ്നേഹം
നമ്മുടെ ഹൃദയങ്ങളിൽ ബോധ്യപ്പെട്ട് കിട്ടാൻ ആഗ്രഹിച്ച് എല്ലാം മറന്ന് അല്പനേരം ശാന്തമായി സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം മറന്ന് സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ, ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ, ശക്തിയോടെ സ്തുതിക്കും. അതിനെ തുറന്ന് സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗബന്ധനങ്ങൾ വിട്ടുമാറുന്നു, പരാജയ ബന്ധനങ്ങൾ വിട്ടുമാറുന്നു, തിന്മയുടെ ശക്തികൾ സ്വാധീനങ്ങൾ വിട്ടുമാറുന്നു, തിന്മയുടെ ശക്തികൾ സ്വാധീനങ്ങൾ വിട്ടുമാറുന്നു, രോഗശക്തികൾ വിട്ടുമാറുന്നു, പരാജയ ശക്തികൾ വിട്ടുമാറുന്നു, തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും വിട്ടുമാറുന്നു, സാത്താന്റെ അടിമത്തങ്ങൾ വിട്ടുപോകുന്നു, ദൈവസ്നേഹം നിറയുന്നു, പ്രത്യാശ നിറയുന്നു, വിശ്വാസം നിറയുന്നു, പ്രാർത്ഥനാ വരം നിറയുന്നു, ആത്മീയ ദാനങ്ങൾ നിറയുന്നു. സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ആത്മീയ ദാനങ്ങളും ഈ കൂട്ടായ്മയിലേക്ക് നിറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മുടെ മുമ്പിലുണ്ടെന്ന് വിശ്വസിക്കണം. ഈശോ നമ്മുടെ മുമ്പിൽ രണ്ട് കൈയും നീട്ടി നിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ഈശോ നിന്നെ ഇവിടേക്ക് വിളിച്ചത് വെറുതെ വിളിച്ചതല്ലെന്ന് വിശ്വസിക്കണം. നീ അത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ട ആളാണ്. അത്രമാത്രം നിന്റെ ജീവിതത്തിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഈ ചെറിയവരിൽ ഒരു വമ്പ് പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് അത്രമാത്രം സ്നേഹം നിന്റെ ജീവിതത്തോടുണ്ട്. കണ്ണടച്ച് നീ ഇങ്ങനെ ധ്യാനിക്കണം. നിന്റെ വീട്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവ ശുശ്രൂഷകൾ, നിന്നോട് പ്രാർത്ഥന ചോദിക്കുന്നവർ, നിന്റെ അയൽപക്കത്ത് താമസിക്കുന്നവർ, ഇവരിലേക്കെല്ലാം പിതാവിൻ്റെ സ്നേഹം ഒഴുകേണ്ടത് നിന്നിലൂടെയാണ്. അവരെല്ലാം ദൈവത്തെ കണ്ടുമുട്ടേണ്ടത് നിന്നിലൂടെയാണ്. നീ ഒരു സ്നേഹമായിട്ട് മാറേണ്ട ആളാണ്. പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്തോസ് 14:1, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വരങ്ങളും ദാനങ്ങളും നിറയേണ്ടതുണ്ട്. കാർക്കശ്യവും കോപവും ക്രോധവും അസൂയയും വൈരാഗ്യവും വെറുപ്പും പാപവും അശുദ്ധിയുമായിട്ട് ജീവിക്കേണ്ടവരല്ല. പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തേണ്ട ജീവിതങ്ങളാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ജീവിതം പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താനുള്ള ജീവിതമാണ്. അത് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം. നിൻ്റെ ഹൃദയത്തിൽ നീ അത് അറിയണം. നീ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കും. എന്തിനാണ് നിൻ്റെ ജീവിതം? നിൻ്റെ ജീവിതം പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താനാണ്. ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനാണ്. അതിനാണ് നിൻ്റെ ജീവിതം. അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ, കർത്താവേ, അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ് എന്ന് വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ഒരു കൃപ തരണം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ ഒരുങ്ങാം. പ്രിയപ്പെട്ട മക്കളെ, ശാന്തമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. മറ്റൊന്നും ശ്രദ്ധിക്കരുത്. ഹൃദയത്തിൽ നീ ഇങ്ങനെ വിശ്വസിക്കുക, എൻ്റെ ഉള്ളിൽ ദൈവം ഒരുപാട് സ്നേഹം നിക്ഷേപിച്ചിട്ടുണ്ട്, ഒത്തിരി കരുണ നിക്ഷേപിച്ചിട്ടുണ്ട്, ഒരുപാട് ആർദ്രതയും ദയയും സ്നേഹവും നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് വെളി വരുന്നത്? കോപം, ദേഷ്യം, വൈരാഗ്യം, നീരസം, ഇതാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഇതല്ലല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നല്ല മുന്തിരി അങ്ങ് പ്രതീക്ഷിച്ചിട്ട് കാട്ടുമുന്തിരിയാണല്ലോ ഞങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഈശോയെ, ഈ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കൃപയും അനുഗ്രഹവും തരണേ. ദൈവം പിതാവാണെന്ന ബോധ്യം തരണേ. ഈ ആഗ്രഹത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അതരം തുറന്ന് ഉച്ചത്തിൽ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ.